ആഹാ! നല്ല മഴയുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴയൊക്കെ ഒന്ന് അടങ്ങിയപ്പം ഞാൻ താളിക്ക് പറ്റിയ ലീഫ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് താളിപ്പൊടി വേണമെന്ന് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ താളിക്ക് പറ്റിയ ലീഫ് നോക്കി ഇറങ്ങിയ ഞാൻ അങ്ങനെ എത്തിപ്പെട്ടത് നമ്മുടെ വലിയൊരു ഏച്ചിത്താളി മരത്തിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ താളിപ്പൊടി നിർമ്മാണത്തിൻ്റെ കാഴ്ചകൾ ഷെയർ ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് താളിക്ക് പറ്റിയ ലീഫ് നിങ്ങൾ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന താളിക്ക് പറ്റിയ ലീഫുകളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഏച്ചിത്താളിയുടെ ലീഫ്. പിന്നെ വെള്ളില കണ്ടല്ലോ, അങ്ങനെ കുറേ ലീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഹിബിസ്കസ് കൊണ്ടുണ്ടാക്കിയ താളിപ്പൊടിയാണ്. ഹിബിസ്കസ് പറഞ്ഞാൽ ചെമ്പരത്തി പറയുന്നത് റെഡ് കളറിൽ വരുന്ന 5 ഇതൾ ചെമ്പരത്തി, അതാണ് ഔഷധ ഗുണമുള്ള ചെമ്പരത്തി. എന്ന് വിചാരിച്ച് വേറെ കളറുള്ള ലീഫുള്ള വേറെ കളറുള്ള പൂക്കളുള്ള ഹിബിസ്കസ് നമ്മൾ എടുത്തെന്ന് വിചാരിച്ച് കൊഴുപ്പില്ലാതിരിക്കുകയൊന്നുമില്ല. അതും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് മറ്റ് ചെമ്പരത്തികളെയും ആശ്രയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താളിപ്പൊടി ഉണ്ടാക്കിയാലോ. സ്ഥിരം കലാപരിപാടികളൊന്നും ഞാൻ മറന്നാലും നിങ്ങൾ മറക്കണ്ട. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കണൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചെമ്പരത്തി എടുക്കുമ്പോൾ അതിൻ്റെ പൂക്കളും അതിൻ്റെ മൊട്ടും ഞെട്ടും ഒക്കെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. കാരണം എല്ലാം ഔഷധമാണ്. അപ്പോൾ ഹിബിസ്കസിൻ്റെ മാക്സിമം പാർട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ലീഫ് എടുക്കുക. ഇപ്പോൾ ശ്രീമതി ചേച്ചീൻ്റെ പറമ്പിലാണ് കേട്ടോ. ചേച്ചിയുടെ പറമ്പിൽ കുറേ ഹിബിസ്കസിൻ്റെ ചെടികളുണ്ട്. ചേച്ചി എന്ത് കിട്ടിയാലും നട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഹിബിസ്കസൊക്കെ പറിച്ചു. അപ്പോൾ ഈ പറമ്പിൽ ഞങ്ങൾക്ക് വേറെയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കച്ചോലമുണ്ട്, പിന്നെ കുടമഞ്ഞളുണ്ട്. കുടമഞ്ഞൾ കാണിച്ചു തരാം കേട്ടോ. പണ്ടുകാലത്ത് ആളുകൾ ശരീരത്തിന് നിറം വർദ്ധിപ്പിക്കാനൊക്കെ കസ്തൂരി മഞ്ഞളാണെന്ന് കരുതിയിട്ട് അങ്ങനെ തേച്ചുകൊണ്ടിരുന്ന ഒരു മഞ്ഞളാണ് കുടമഞ്ഞൾ അഥവാ മഞ്ഞക്കൂവ. പണ്ട് കാലത്ത് ആളുകൾ കസ്തൂരി മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുഖത്തും ശരീരത്തിലൊക്കെ തേക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മഞ്ഞളാണ് ഈ കുടമഞ്ഞൾ. ആക്ച്വലി ഇതിൻ്റെ പേര് മഞ്ഞക്കൂവ എന്നാണ്. ഇതിനകത്ത് കൂവയുടെ നൂറുണ്ടാവും, അതേപോലെ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ അത് നമുക്ക് അരച്ച് കലക്കി നൂറെടുത്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. എഡിബിളായിട്ടുള്ള ഒരു കൂവയാണിത്. ബട്ട് ആളുകൾ ഇത് കസ്തൂരി മഞ്ഞളാണെന്ന് വിചാരിച്ച് തേക്കാറുണ്ട്. അങ്ങനെ തേക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിബിസ്കസിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ ഞെട്ടും തണ്ടും ഒക്കെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും വളരെ വലിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം കേട്ടോ. കാരണം നമ്മുടെ മിക്സിക്ക് പണിയാവും. അപ്പോൾ മാക്സിമം തണ്ട് കുറച്ച്, എന്നാലും ഞെട്ടടക്കം ലീഫ് എടുത്ത് കളക്ട് ചെയ്യുക. കഴുകണം, കാരണം ഇപ്പോൾ മഴ സീസൺ, പുഴുക്കളുണ്ടാവും, ശ്രദ്ധിക്കുക. എന്ന് വിചാരിച്ച് കഴുകിയിട്ടില്ലെങ്കിലും പ്രയാസമൊന്നുമില്ല. കാരണം ഇതിലൊന്നും ആരും കീടനാശിനി അടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തി കളയണം. ഇല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ താളി കൊഴുത്ത് നാശമായി, ഇലകളൊക്കെ ചീഞ്ഞ് നാശമായി പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളമൊക്കെ വാർത്തി കളയുക. അപ്പോൾ ഞാനിതൊരു പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും താളിപ്പൊടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് താളിപ്പൊടിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പേര് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. വെള്ളം വാർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം, ഡ്രയറിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം വാർത്തിയിട്ട് ഡ്രയറിലോട്ട് കയറ്റാം. വെയിലാണ് ഉണക്കുന്നതെന്ന് വെച്ചാൽ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ മാത്രം കൊള്ളിക്കുക. നട്ടുച്ചത്തെ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ നമ്മൾ താളിപ്പൊടിക്ക് കളർ കിട്ടാതെ പോവും. ഡ്രയറിൽ ചെയ്യുന്നവർ ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് ഡ്രയർ ഓപ്പൺ ചെയ്തിട്ട് ഇലകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി വിടർത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ലീഫ് ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അടക്കം 4 പ്രൊഡക്റ്റുകൾ ഈ ഗ്രീൻ കളറിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിനൊക്കെ നല്ല ഒരു ഗ്രീൻ കളർ കിട്ടാൻ കാരണം നമ്മളത് കടും വെയിലിൽ കൊള്ളിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും അതേപോലെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ ഇത് വലിയ ഉപകാരമാവും കേട്ടോ. ഇപ്പോൾ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. നമ്മുടെ താളിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പൊടിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ താളി ഒക്കെ ഡ്രൈഡ് ലീവ്സായിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവുന്നത്ര ഒന്ന് മാക്സിമം കൈ കൊണ്ടാവുന്ന ക്രഷ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് കവറിലിട്ട് കെട്ടിവെച്ചാൽ മതി. ഇനി ഇത് നൈസ് കണ്ണിയുള്ള തരിപ്പ് വെച്ചിട്ട് നല്ലതായിട്ട് തരിച്ചെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒരുപാട് വലിയ പ്രോസസ്സായിട്ട് തോന്നില്ല. ബട്ട് ഇലകളുടെ
സംഘടിപ്പിച്ചെടുക്കലും പിന്നെ എല്ലാം കൂടെ മൊത്തത്തിൽ ഉണക്കിയെടുക്കലും അതൊക്കെ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത് ബട്ട് മറ്റ് ലീഫ് ഉണങ്ങുന്നതിനേക്കാളും വേഗത്തിൽ താളിയുടെ ലീഫ് നമുക്ക് ഉണങ്ങിയൊക്കെ കിട്ടുന്നുണ്ട്. മിക്സിയിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് മാക്സിമം ക്രഷ് ചെയ്തിട്ട് മിക്സിയുടെ ജോലി കുറച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാട്ടിലുള്ളവർ. കാരണം ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇവിടെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സാധനമല്ല, അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് തരിച്ചെടുത്തത്. നമ്മൾ പേപ്പറിൽ നിന്ന് പെട്ടെന്ന് മാറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു വിഷയമൊന്നും വരുന്നില്ല. അപ്പോൾ എനിവേസ് നിങ്ങൾ പേപ്പറോ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട്, ഇനി അതല്ല നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് തരിച്ചെടുത്താലും മതി. എന്നിട്ട് പിന്നെ കിട്ടിയ തരികളൊക്കെ ഒഴിവാക്കുക. മീൻസ് കുറേ അധികം ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം മേലയിലുള്ള ഫൈബറും കാര്യങ്ങളും. അപ്പോൾ ഇത് നല്ല അടിപൊളി വളമാണ് നിങ്ങളുടെ ചെടികൾക്ക്. നമ്മുടെ കസ്തൂരി മഞ്ഞളിന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ടൈം താളിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പേർക്കായിരുന്നു കൊടുത്തത്, അവരുടെ അടുത്ത് നിന്ന് റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ അളവും വളരെ കുറഞ്ഞു പോയി, അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത് കാണാം. താളിപ്പൊടി ചിലരൊക്കെ കഞ്ഞിവെള്ളത്തിലാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇത് ഫസ്റ്റ് ടൈം ഒക്കെ ഉള്ളതല്ല, അതുകൊണ്ട് ഞാൻ വെറും സാധാരണ നമ്മുടെ പച്ചവെള്ളമാണ് എടുത്തത്. അപ്പം താളിപ്പൊടി എന്താ പറയുക, വളരെയധികം ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടീസ്പൂൺ അളവിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 1/2 ടീസ്പൂൺ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇതിനൊരു കൃത്യമായ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ കുളിക്കാനെടുക്കുന്ന ടൈം അനുസരിച്ചാണല്ലോ താളിയുടെ ഇത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അളവിലനുസരിച്ച് എടുക്കുക. നമ്മൾ 1-2 പ്രാവശ്യം അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എത്ര ആവശ്യമുണ്ടെന്ന്. പണ്ടൊക്കെ തോട്ട് കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ വലിച്ച് പറിച്ചെടുത്ത്, പിന്നെ അതേപോലെ വേറൊരു താളിയുണ്ട്, പിന്നെ പാട്ടത്താളീൻ്റെ വള്ളിയൊക്കെ വലിച്ച് പറിച്ചെടുത്ത് അതൊക്കെ ഒരു ബക്കറ്റിലിട്ട് പിന്നെ തോട്ടിൽ കൊണ്ടുപോയി കല്ലുമ്മലറുതി അങ്ങനെയൊക്കെ ആയിരുന്നു താളി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല താളിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് കലക്കി നോക്കിയപ്പോൾ ഉണ്ടായ കൊഴുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റായി. അപ്പോൾ നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ താളിപ്പൊടി വേണ്ടവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടേക്കണേ. നേരത്തെ എന്ന് പറയാൻ കാരണം പ്യുവറായിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും. എന്നാലും നിങ്ങൾ ബുക്കിംഗ് തന്നാൽ ഞാൻ അതെങ്ങനെയെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി തരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.